രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾക്ക് വഴിതെളിച്ച നവകേരള യാത്രക്കിടെയുണ്ടായ മർദ്ദന കേസിൽ മുൻ സർക്കാരിന്റെയും പ്രതിക്കൂട്ടിലായ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും പ്രധാന വാദങ്ങൾ പൂർണ്ണമായും പൊളിച്ചെഴുന്ന പുതിയ നിയമപരമായ വെളിപ്പെടുത്തലുകളും പുറത്തു വന്നിരിക്കുകയാണ്. VVIP സുരക്ഷയുടെ പേരിൽ നടന്ന നടപടികൾ വെറും രക്ഷാപ്രവർത്തനം മാത്രമായിരുന്നു എന്ന ഭരണപക്ഷത്തിന്റെ രാഷ്ട്രീയ പ്രതിരോധത്തിലാണ് ഔദ്യോഗിക സാക്ഷി മൊഴികളിലൂടെ ഇപ്പോൾ ശക്തമായ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച പ്രത്യേക ബസിന് നേരെ യാതൊരുവിധ ആക്രമണവും ഉണ്ടായിട്ടില്ലെന്ന് ബസ് ഡ്രൈവറായിരുന്ന അഭിലാഷും വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്ന് KSRTC മെക്കാനിക്കൽ എഞ്ചിനീയറും പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ ഔദ്യോഗിക മൊഴിയിലൂടെ വ്യക്തമാക്കുമ്പോൾ കേസിന്റെ ഗതി പൂർണ്ണമായും മാറുകയാണ്. ഈ കേസിന്റെ ഘടനയെയും തന്ത്രപരമായ വശങ്ങളെയും വിശകലനം ചെയ്യുമ്പോൾ 2023 ഡിസംബർ 15-ന് ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ വച്ച് KSU യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നടത്തിയ പ്രതിഷേധത്തിനും നേരെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാറും സുരക്ഷാ സംഘവും ചൂരൽവടി ഉപയോഗിച്ച് നടത്തിയ മർദ്ദനം വലിയ നിയമ പോരാട്ടങ്ങളിലേക്കാണ് നീങ്ങുന്നത്. പ്രതിഷേധക്കാർ ബസിന് നേരെ കല്ലും വടിയും എറിഞ്ഞ് ആക്രമണം നടത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ സുരക്ഷ മുൻനിർത്തിയാണ് ഇടപെട്ടതെന്നായിരുന്നു പ്രതികളുടെ ഭരണ നേതൃത്വത്തിന്റെയും പ്രധാന വാദം. എന്നാൽ ബസിന്റെ ഡ്രൈവർ തന്നെ ഈ വാദത്തിന്റെ മുനയൊടിക്കുമ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ തങ്ങളുടെ നിയമപരമായ പരിധികൾ ലംഘിച്ചോ എന്ന ചോദ്യത്തിന് അന്വേഷണ ഏജൻസികൾ കൃത്യമായ ഉത്തരം കണ്ടെത്തേണ്ടി വരും. ഒരു ജനാധിപത്യ സംസ്ഥാനത്തിന്റെ ഭരണ സംവിധാനത്തെയും ക്രമസമാധാന പരിപാലനത്തെയും സംബന്ധിച്ചിടത്തോളം ഈ വിധി പ്രസ്താവനകളും മൊഴികളും ഉണ്ടാക്കുന്ന സ്വാധീനം വളരെ വലുതാണ്. സാധാരണ പൗരന്മാരുടെ ജനാധിപത്യപരമായ പ്രതിഷേധിക്കാനുള്ള അവകാശങ്ങൾക്ക് മേൽ ഭരണകൂട അധികാരം എപ്രകാരമാണ് പ്രയോഗിക്കപ്പെടുന്നത് എന്നതിനെ കുറിച്ചുള്ള ഗൗരവമേറിയ ചർച്ചകൾക്ക് ഇത് വഴിവെക്കുന്നു. നിയമപാലകരും സുരക്ഷാ ഉദ്യോഗസ്ഥരും തങ്ങൾക്ക് നിയമം അനുവദിച്ചു നൽകിയിട്ടുള്ള അധികാര പരിധിക്കുള്ളിൽ നിന്നും മാത്രമാണോ പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് പൊതുജനങ്ങളുടെ സുരക്ഷിതത്വവും ഭരണപരമായ സുതാര്യതയ്ക്കും അത്യന്താപേക്ഷിതമാണ്. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ഇത്തരം സംഭവങ്ങളിൽ സ്ഥാനപരമായ അക്കൗണ്ടബിലിറ്റി അഥവാ ഉത്തരവാദിത്വം ഉറപ്പാക്കുക എന്നതാണ് ഒരു ആരോഗ്യകരമായ ജനാധിപത്യ വ്യവസ്ഥിതിയുടെ ലക്ഷ്യം. പോലീസോ സുരക്ഷാ ഉദ്യോഗസ്ഥരോ നിയമം കയ്യിലെടുക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് നീതിന്യായ വ്യവസ്ഥയോടുള്ള ജനങ്ങളുടെ വിശ്വാസ്യതയാണ് തകർക്കുക. കേവലം രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കപ്പുറം വസ്തുതകളുടെയും ഔദ്യോഗിക രേഖകളുടെയും അടിസ്ഥാനത്തിൽ നിയമം അതിന്റെ വഴിക്ക് സഞ്ചരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് സുഗമമായ പൊതുഭരണത്തിന് ആവശ്യമാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ പോകുന്ന ഈ നിയമപരമായ തിരിവുകളെ ഒരു ഉത്തരവാദിത്വമുള്ള പൗരൻ എന്ന നിലയിൽ കൃത്യമായി വീക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. ഭരണകൂടത്തിന്റെ നയങ്ങളും പൗരന്മാരുടെ അവകാശങ്ങളും തമ്മിലുള്ള ഈ സങ്കീർണമായ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ജനാധിപത്യ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് പങ്കുവയ്ക്കുക.